വിശ്വാസത്തിൻ്റെയും ആചാരത്തിൻ്റെയും കാര്യത്തിൽ CPM-ന്റെ നിലപാടിൻ്റെ കാര്യത്തിലായാലും ഒരു വ്യത്യാസവും ഉണ്ടായിട്ടില്ല. അങ്ങനെ ഒരു വ്യത്യാസം വന്നു എന്നോ നിലപാട് മാറിയെന്നോ CPM-ന്റെ ഒരു നേതാവോ മുഖ്യമന്ത്രിയോ പറയുന്നില്ല. ഇപ്പോഴും യുവതികൾ വന്നാൽ പ്രവേശിപ്പിക്കും, കാരണം കോടതിയുടെ ഓർഡർ ഞങ്ങൾ വി ആർ ബൗണ്ട് ടു ഡു എന്നുള്ളതാണ് ഇപ്പോഴും അവർ പറയുന്നത്. ശ്രീമതി ദീപ്തി മേരി വർഗീസ്, അങ്ങനെ കോൺഗ്രസിന് പരാജയമാണോ എന്ന ആശങ്ക ഉണ്ടാക്കാൻ പോകുന്നതാണോ പെരുന്നയിലെ പ്രകമ്പനങ്ങൾ? ഈ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് നടക്കുന്ന ചർച്ചകൾ നമ്മളിപ്പോൾ സംസാരിച്ചപ്പോൾ പോലും നമ്മൾ ഏതിനെക്കുറിച്ചാണ് എന്ന് സ്പെസിഫിക്കലി പറയുന്നില്ല എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. യഥാർത്ഥത്തിൽ എന്തിനെക്കുറിച്ചാണ് ശ്രീ സുകുമാരൻ നായർ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പറഞ്ഞത്? അദ്ദേഹത്തിൻ്റെ ഒരു മാധ്യമത്തിൽ വന്ന ഇൻ്റർവ്യൂ കൂടാതെ പല മാധ്യമങ്ങളിലും അദ്ദേഹം പ്രതികരിക്കുന്നുണ്ടായിരുന്നു. ആ പ്രതികരണങ്ങളിലൊക്കെ വളരെ കൃത്യമായി അദ്ദേഹം പറയുന്നുണ്ട്, വസ്തുനിഷ്ഠമായി അല്ലെങ്കിൽ ഒരു പ്രത്യേക സബ്ജക്റ്റിൽ മാത്രം, ഒരു ടോപ്പിക്, ഒരു പ്രശ്നത്തിൽ മാത്രമാണ് ഞാൻ പ്രതികരിച്ചത് എന്ന് വീണ്ടും ആവർത്തിച്ച് അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ഇവിടെ നടന്ന ചർച്ചയിൽ ബഹുമാനപ്പെട്ട ജേക്കബ് ജോർജ് ഉൾപ്പെടെയുള്ളവർ നിങ്ങൾ രണ്ടുപേരും സംസാരിക്കുമ്പോൾ ഇതെന്തോ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷവുമായി ചേർന്ന് നിന്ന് NSS പ്രവർത്തിക്കാൻ പോകുന്നു, ഇടതുപക്ഷത്തിന് പിന്തുണ പ്രഖ്യാപിക്കുന്നു എന്നുള്ള രീതിയിലാണ് ചർച്ച പോയിക്കൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ അതല്ല. യഥാർത്ഥത്തിൽ അദ്ദേഹം പറഞ്ഞത് എന്താണ്? അയ്യപ്പ സംഗമത്തിൻ്റെ കാര്യം മാത്രമാണ് പറഞ്ഞത്. അയ്യപ്പ സംഗമത്തിന് പിന്തുണ കൊടുക്കുന്നു എന്നുള്ളത് മാത്രമേ അദ്ദേഹം പറഞ്ഞുള്ളൂ എന്ന് അദ്ദേഹം ആവർത്തിച്ചു പറയുന്നുണ്ട്. അപ്പോൾ ഇതൊന്നും കോൺഗ്രസിനെ സംബന്ധിച്ച് ഒരു തരത്തിലുള്ള ആശങ്കയും ഉണ്ടാക്കുന്നില്ല. കാരണം ഈ സമുദായ സംഘടനകളോട് എല്ലാ കാലത്തും സമുദായ സംഘടനാ നേതാക്കന്മാരോടായാലും എല്ലാം ഏറ്റവും നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് കോൺഗ്രസ്. അത് മറ്റൊന്നും കൊണ്ടല്ല, എല്ലാ സമുദായങ്ങളെയും എല്ലാ ജാതി മതങ്ങളെയും ഒരുപോലെ കാണാൻ കഴിയുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് കോൺഗ്രസ് എന്നുള്ളത് കൊണ്ടാണ്. അതാണ് കോൺഗ്രസിൻ്റെ പാരമ്പര്യം എന്ന് പറയുന്നത്. അത് ഈ രാജ്യമുണ്ടായ കാലം മുതൽ തന്നെ, ഈ രാജ്യത്ത് ഈ നിയമങ്ങൾ ഉണ്ടായ കാലം മുതൽ തന്നെ, ഇന്ത്യയുടെ ഭരണഘടന ഉണ്ടാക്കിയ രാഷ്ട്രീയ പ്രസ്ഥാനം എന്നുള്ള നിലയ്ക്ക് എല്ലാ ജാതി മതങ്ങളെയും ഒരുപോലെ കാണുക, എല്ലാ ജാതി മതങ്ങളുടെയും വിശ്വാസങ്ങൾ ഒരുപോലെ സംരക്ഷിക്കുക എന്നുള്ള നയമാണ് അന്നും ഇന്നും എന്നും കോൺഗ്രസ് നിലനിർത്തി പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങളുടെ നയത്തിൽ ഒരു മാറ്റവും വന്നിട്ടില്ല. ഞങ്ങളെ സംബന്ധിച്ച് അയ്യപ്പ സംഗമത്തെ സംബന്ധിച്ച് ഞങ്ങൾ 3 ചോദ്യങ്ങളെ ചോദിച്ചുള്ളൂ. ഏറ്റവും ജെനുവിനായ പൊതുസമൂഹത്തിൽ പൊതുമണ്ഡലത്തിൽ ജനങ്ങൾ ചോദിക്കാൻ സാധ്യതയുള്ള 3 കാര്യങ്ങളാണ്. അത് അയ്യപ്പ സംഗമത്തെ കുറിച്ചുള്ള മാത്രമുള്ള നിലപാടാണ്. പ്രശ്നാധിഷ്ഠിതമായ പിന്തുണയാണ് എന്ന് പറയുമ്പോൾ അയ്യപ്പ സംഗമം കഴിഞ്ഞു, ബദൽ സംഗമവും കഴിഞ്ഞിരിക്കുന്നു. അതിനുശേഷം നടന്ന പ്രതിനിധി സമ്മേളനവും അവിടെ അവതരിപ്പിച്ച രാഷ്ട്രീയ പ്രമേയവും ഒക്കെയാണ്, രാഷ്ട്രീയ നയപ്രഖ്യാപനവും ഒക്കെയാണ് ചർച്ചയാകുന്നത്. അങ്ങനെയാണെങ്കിൽ അയ്യപ്പ സംഗമം കഴിഞ്ഞല്ലോ, ഇനിയിപ്പോൾ ശരീരദൂരം, സമദൂരം, ഇനി ശരീരദൂരത്തിലെ തുടങ്ങിയ പ്രഖ്യാപനങ്ങളുടെ ആവശ്യമില്ല. മാത്രമല്ല ഇപ്പോൾ CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി NSS-ന്റെ പ്രഖ്യാപനം വന്നതിന് ശേഷം ഞങ്ങൾക്ക് എല്ലാ വിഭാഗത്തിൽ നിന്നും എല്ലാ സാമുദായിക വിഭാഗങ്ങളിൽ നിന്നും വോട്ട് കിട്ടും, ഞങ്ങൾ 3-ാം ഊഴത്തിലേക്കാണ്, കോൺഗ്രസിന് ആര് വോട്ട് ചെയ്യാനാണ് എന്ന് ചോദിക്കുന്നത് അവരതിനെ രാഷ്ട്രീയ പിന്തുണയായി തന്നെ കണ്ടുകൊണ്ടാണ്. അവരതല്ലാതെ എന്ത് പറയാൻ മാധു? ഞാൻ ചോദിക്കുന്നത്, CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി ഞങ്ങൾ ഇനിയും ഭരിക്കുമെന്നല്ലാതെ ഞങ്ങൾ ഇനിയും ഭരിക്കില്ല എന്ന് പറയാൻ പറ്റുമോ? അതവരുടെ വിശ്വാസമാണ്. എന്ത് പറഞ്ഞിട്ടാണ് ഭരിക്കുന്നത്? എന്താണ് ഈ കഴിഞ്ഞ 9 വർഷക്കാലം അവർക്ക് ജനങ്ങളുടെ മുൻപിലേക്ക് വയ്ക്കാനുള്ളത്? ആ വിഷയത്തിലേക്ക് ഞാൻ കടക്കാം. അതിനു മുൻപ് ഞാൻ പറയുന്നത്, ഇവിടെ യഥാർത്ഥത്തിൽ ഈ ഒറ്റ കാര്യത്തിലെ ചർച്ചയുള്ളൂ. എന്തിനാണ് താങ്കൾ സൂചിപ്പിച്ച പോലെ പ്രതിനിധി സംഘം ഇവിടെ ഇന്ന് കൂടിയത്? NSS എന്തുകൊണ്ടാണ് അത്തരത്തിലൊരു യോഗം നടത്തേണ്ടതായിട്ട് വന്നത്? അപ്പോൾ അതിൻ്റെ കാരണം ഈ സ്റ്റേറ്റ്മെൻറ്റിന് അതിനുശേഷമുള്ള സംഭവ വികാസങ്ങളാണ്. അല്ലാതെ അത് ഇപ്പോൾ പെട്ടെന്ന് ഒരു പ്രതിനിധി സംഘം യോഗം കൂടിയതൊന്നുമല്ല. NSS-നകത്ത് തന്നെയുള്ള ചില അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. ഞാൻ അതിൻ്റെ അകത്ത് ഏതൊക്കെ ജാതിയാണ് NSS-ലുള്ളത്, ഏതൊക്കെ മതമാണ് എന്നുള്ള ഒന്നും വേർതിരിച്ച് പറയാൻ ഞാൻ തയ്യാറില്ല. എല്ലാം അതിൻ്റെ അകത്തുണ്ടാകും. പക്ഷേ NSS-നെ വളരെ രൂക്ഷമായി വിമർശിക്കുകയും, ഞാൻ പറയുന്നത് അല്ല, ക്ഷമിക്കണം, ഏതൊക്കെ രാഷ്ട്രീയ പ്രസ്ഥാനം, സോറി ഞാൻ തെറ്റി പറഞ്ഞ രാഷ്ട്രീയ പ്രസ്ഥാനം. ഇപ്പം ഇവിടെ നമ്മൾ വേർതിരിച്ചു പറഞ്ഞല്ലോ, രാഷ്ട്രീയ പ്രസ്ഥാനം ഏതാ, BJP ആണോ, കോൺഗ്രസ് ആണോ, CPM ആണോ, എത്രയുള്ളത്, അതൊന്നും കണക്കൊന്നും പറയാനൊന്നും ഞാൻ ആളല്ല. പക്ഷേ എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനവും ത്തിൽപ്പെട്ടവരും അതിലുണ്ടാവാം. അതിനുപരിയായിട്ട് അതുകൊണ്ടാണോ ഇതിനെയും ഇത്തരത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നതെന്നൊന്നും അറിയില്ല. അതൊക്കെ അവർ ചിന്തിക്കേണ്ട കാര്യമാണ്. ഞങ്ങളെ സംബന്ധിച്ച്, കോൺഗ്രസിനെ സംബന്ധിച്ച് NSS എന്ത് തീരുമാനം എടുക്കുന്നു
നിൽക്കുന്നു എന്നുള്ളത് ഞങ്ങളെ സംബന്ധിച്ച് അതൊരു വിഷയമല്ല. കാരണം അത് അവരുടെ ആഭ്യന്തര കാര്യമാണ്, അവരുടെ സ്വാതന്ത്ര്യമാണ്, അവരൊരു സമുദായ സംഘടനയാണ്, അവർക്ക് എന്ത് വേണമെങ്കിൽ തീരുമാനിക്കാം. പക്ഷേ അങ്ങനെയാണെങ്കിൽ അത് UDF അങ്ങനെ തന്നെ കാണുന്നുണ്ട്. ഇപ്പം ലീഗിന്റെ ഭാഗത്തു നിന്ന് വേണം ഇപ്പോൾ സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ പ്രതികരണം നമ്മൾ ആദ്യം ചർച്ചയിൽ തുടക്കത്തിൽ കണ്ടു. അങ്ങനെ ഒരു സമവായ ശ്രമത്തിന്റെ ആവശ്യമുണ്ടെങ്കിൽ അതിന് ലീഗ് തയ്യാറാണ് എന്ന് അടക്കമുള്ള. അപ്പോൾ അവിടെ ഒരു സമവായം വേണം എന്ന് UDF അഭിപ്രായമുണ്ട്. അല്ല, അതെന്താന്ന് ഞാൻ പറയാം. യഥാർത്ഥത്തിൽ അത് തുടക്കത്തിൽ തന്നെ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ പറയുന്നുണ്ടല്ലോ, ശ്രീ KC വേണുഗോപാൽ ഉൾപ്പെടെ അഭിപ്രായ പ്രകടനം നടത്തിയല്ലോ. എല്ലാ കാലത്തും ഞങ്ങൾ സമുദായ സംഘടനകളോട് വളരെ നല്ല രീതിയിലുള്ള കമ്മ്യൂണിക്കേഷൻ പാലിച്ചിട്ടുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. അത് CPM-നെ പോലെ, CPM-ൽ നിന്ന് വ്യത്യസ്തമായിട്ടെന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുക. ഞാൻ ചോദിക്കുന്നത്, ഏതാനും മാസങ്ങൾക്ക് മുൻപ് വരെ ശ്രീ സുകുമാരൻ നായരെ വളരെ രൂക്ഷമായി വിമർശിച്ചിരുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് CPM. ശ്രീ വിജയരാഘവൻ എന്താണ് പറഞ്ഞത്? RSS-മായി ഏറ്റവും അടുത്ത ബന്ധമാണ്, ഈ RSS-മായി ഏറ്റവും അടുത്ത് നിൽക്കുന്ന സമുദായ സംഘടനയാണ് NSS എന്ന് പറഞ്ഞില്ലേ? അതുപോലെ തന്നെ ശ്രീ പിണറായി വിജയൻ പറഞ്ഞിട്ടില്ലേ, ഇത് നായന്മാരുടെ എല്ലാം അട്ടിപ്പേരല്ല, അട്ടിപ്പേർ NSS-ന് കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞ പിണറായി വിജയനല്ലേ? ഇപ്പോ ഒരു പെട്ടെന്നൊരു മാറ്റം ഉണ്ടായത് എന്താണെന്നുള്ളത് അത് കാലം തെളിയിക്കട്ടെ എന്ന് മാത്രമേ ഇപ്പൊ പറയാനുള്ളൂ. കാരണം സ്വരച്ചേർച്ച ഇല്ലാത്തിടത്തല്ലേ ചേർച്ച ഉണ്ടാകുന്നത് എന്ന് പാർട്ടി സെക്രട്ടറി പറഞ്ഞത് പുതിയ ചേർച്ച എന്ന നിലയ്ക്ക് തന്നെയാണ്. അല്ല, അതിൻ്റെ അകത്ത് മറ്റൊരു കാര്യം കൂടിയുണ്ട്. അങ്ങനെ നമുക്ക് മനസ്സിലാകുന്ന ഒരു ലോജിക്ക് അതിൻ്റെ അകത്ത് വേണം. ഞാൻ ചോദിക്കുന്നത്, കേരള രാഷ്ട്രീയം വിലയിരുത്തുന്ന ആളുകളുടെ അവരുടെ ബോധ്യത്തിന് ഉതകുന്ന രീതിയിലായിരിക്കണം മാറ്റങ്ങൾ സമുദായ സംഘടനയാണെങ്കിലും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളാണെങ്കിലും ചെയ്യാൻ. ഇവിടെ ഇപ്പോൾ ഏത് തരത്തിലുള്ള മാറ്റമാണ് ഉണ്ടായത് എന്നുള്ളത് നമുക്ക് വ്യക്തമല്ല. കാരണം ഈ യുവതീ പ്രവേശനത്തിൻ്റെ കാര്യത്തിലായാലും ഇവരുടെ നിലപാടിൻ്റെ കാര്യത്തിലായാലും വിശ്വാസത്തിൻ്റെയും ആചാരത്തിൻ്റെയും കാര്യത്തിൽ CPM-ന്റെ നിലപാടിൻ്റെ കാര്യത്തിലായാലും ഒരു വ്യത്യാസവും ഉണ്ടായിട്ടില്ല. അങ്ങനെ ഒരു വ്യത്യാസം വന്നു എന്നോ നിലപാട് മാറിയെന്നോ CPM-ന്റെ ഒരു നേതാവോ മുഖ്യമന്ത്രിയോ പറയുന്നില്ല. ഇപ്പോഴും യുവതികൾ വന്നാൽ പ്രവേശിപ്പിക്കും. കാരണം കോടതിയുടെ ഓർഡർ ഞങ്ങൾ വി ആർ ബൗണ്ട് ടു ഡു എന്നുള്ളതാണ് ഇപ്പോഴും അവർ പറയുന്നത്. അപ്പോൾ അതിൽ മാറ്റം വന്നിട്ടില്ല. അഫിഡവിറ്റ് മാറ്റി കൊടുക്കാൻ തയ്യാറാണ്. ഇതൊന്നും അറിയാത്ത ഇടമല്ല, ഇതൊന്നും അറിയാത്ത ആളുകളുമല്ല, വികസന പ്രവർത്തനമാണ്. ഇതൊന്നും അറിയാത്ത ആളുകളുമല്ല, ഇതൊന്നും അറിയാത്ത ഇടവുമല്ല, ഇതൊന്നും അറിയാത്ത ആളുമല്ല. അവർ പറയട്ടെ. ശരി, അദ്ദേഹം പക്ഷേ ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെ ഇങ്ങനൊരു പ്രതികരണം, ഇങ്ങനൊരു ചൂടുമാറ്റം ഉണ്ടാകുന്നതിന്റെ കൗതുകത്തെ കുറിച്ചാണ് നമ്മളൊക്കെ ചർച്ച ചെയ്യാൻ പോകുന്നത്. നേരത്തെ ഒരു കൗതുകം എന്നതിനപ്പുറത്ത് ശക്തമായ രാഷ്ട്രീയ പിന്തുണ എന്ന നിലയ്ക്ക് തന്നെയാണ് എല്ലാവരും വായിക്കുന്നത് എന്നുള്ളത് കൊണ്ടാണ്. ഇനി അത് പ്രശ്നമല്ല എന്ന് കോൺഗ്രസ് ഒരു നിലപാടെടുക്കുകയാണെങ്കിൽ സാമുദായിക ശക്തികൾ സാമുദായികമായ നിലപാടാണ് പറയുന്നത്, രാഷ്ട്രീയം അതിൽ നിന്ന് വിഭിന്നമാണ് എന്ന് VD സതീശൻ ആർജവത്തോടു കൂടി പറയുന്നുണ്ടെങ്കിൽ അത് അഭിമാനകരമായ നിലയാണ് എന്നുള്ളത് കൂടി പറഞ്ഞു പോകാതെ പറ്റുകയുമില്ല. അങ്ങനെ രാഷ്ട്രീയം എവിടെയെങ്കിലും പോയി നിന്ന് ഏതെങ്കിലും ഒരു ദയയ്ക്ക് കൈ നീട്ടി നിൽക്കേണ്ട ഒന്നല്ല എന്നുള്ളൊരു തെളിവ് കോൺഗ്രസിന്റെ നേതാവിനുണ്ടെങ്കിൽ അതിൽ അഭിമാനിക്കാനേ ഉള്ളൂ. ശ്രീമതി ദീപ്തി മേരി വർഗീസ്, ഞാൻ അതിലേക്ക് വരാം. ഞാൻ അങ്ങയിലേക്ക് വരാം. ഞാൻ ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് പറഞ്ഞ അങ്ങോട്ട് പറഞ്ഞല്ല, സ്റ്റേറ്റ്മെന്റ് ആയിട്ട് പറഞ്ഞതാണ്.